പെരിന്തൽമണ്ണയിൽ, മലപ്പുറം ജില്ലയിൽ അവിടെയും ചില പ്രശ്നമുണ്ട്. പെരിന്തൽമണ്ണ ഖാദർ മൊല്ല സ്കൂളിൽ BLOയും പോലീസുമായി വാക്കേറ്റമുണ്ടായി. തിരിച്ചറിയൽ സ്ഥലത്ത് നേരിയ സംഘർഷവും അവിടെ ഉണ്ടായിട്ടുണ്ട്. പോലീസുമായി BLOമാരുടെ വാക്കേറ്റമാണ്. അവിടെ നേരിയ സംഘർഷവുമുണ്ട്. പെരിന്തൽമണ്ണ ഖാദർ മൊല്ല സ്കൂളിലാണ് ഈ സംഭവം. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്താണ് ഈ സംഭവം? ഇപ്പോൾ വാക്കുതർക്കമുണ്ടോ അവിടെ? എന്താണ് ഇതിന് കാരണം? മഞ്ജുഷ, ഖാദർ മൊല്ല സ്കൂളിൽ ചെറിയ ഒരു സംഘർഷമാണ് ഉണ്ടായത്. BLOമാരും പോലീസും തമ്മിലായിരുന്നു ഇത്. BLOമാർ ഈ സ്കൂളിൽ കൂട്ടം കൂടി നിന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഇവർ ID കാർഡ് ധരിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. തങ്ങൾ BLOമാരാണെന്നും തങ്ങൾക്കിവിടെ ഡ്യൂട്ടി ഉണ്ടെന്നും ഇവർ തിരിച്ചു പറയുകയും പോലീസിനോട് തർക്കമുണ്ടാവുകയും തുടർന്ന് CI ഇടപെട്ടാണ് ഈ പ്രശ്നം അവിടെ ശാന്തമാക്കാൻ ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ പരാതികളുമായി BLOമാരും പോലീസും മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഈ കാര്യം ഉന്നയിച്ച് അവർ SP-ക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് CI വ്യക്തമാക്കിയത്. മറിച്ച് BLOമാരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി ആയിരുന്നു അവിടെ നിൽക്കുക എന്നുള്ളത്. പക്ഷേ അത് പോലീസ് ചോദ്യം ചെയ്യുകയും അവരെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു എന്നാണ് അവരും അവകാശപ്പെടുന്നത്. അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ, അതായത് പോലീസും BLOമാരും പരാതികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. മറ്റ് സംഘർഷ സാധ്യതകളൊന്നുമില്ല. അത് വളരെ ശാന്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് പുതിയ വിവരങ്ങൾ വരുന്നത് 48.31 മലപ്പുറം ജില്ലയിലെ ഏറ്റവും പുതിയ പോളിംഗിൻ്റെ കണക്ക് ലഭിച്ചിരിക്കുന്നു. മലപ്പുറത്തെ പോളിംഗ് ഇപ്പോഴും 50% മുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ തന്നെ ഏറ്റവും കുറവ് പോളിംഗ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ 44.52% പൊന്നാനിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ പോളിംഗ്. അതുപോലെ തിരൂരിൽ 45.46, വേങ്ങരയിൽ 45.27. ഈ 3 മണ്ഡലങ്ങളിൽ ഇപ്പോഴും പോളിംഗ് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ്. ഏറ്റവും അധികം വോട്ടേഴ്സ് ഇതുവരെ രേഖപ്പെടുത്തിയ കണക്ക് ഏറനാടാണ്. ഏറനാടും കൊണ്ടോട്ടിയും. ഏറനാട് 50.65, കൊണ്ടോട്ടിയിൽ 50.64, മലപ്പുറത്ത് 50.15, മഞ്ചേരിയിൽ 50.96, പെരിന്തൽമണ്ണ 50.75. പെരിന്തൽമണ്ണ പോളിംഗ് വളരെ കൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായിട്ടുള്ളത് പെരിന്തൽമണ്ണയാണ്. അങ്ങനെ മറ്റെല്ലായിടത്തും 50-ൽ താഴെയാണുള്ളത്. അതായത് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. നമുക്കറിയാം, പൊന്നാനിയും LDFിൻ്റെ ഒരു പ്രതീക്ഷ കേന്ദ്രമാണ്, ശക്തി കേന്ദ്രമാണ്. അവിടെ പോളിംഗ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആശങ്ക LDFിൻ്റെ കേന്ദ്രങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് അവിടെ വോട്ട് ബഹിഷ്കരിക്കണം, നോട്ടയ്ക്ക് കുത്തണമെന്ന ഒരു ആഹ്വാനം ഈ സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് അത് പൂർണ്ണമായും പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ കുറഞ്ഞ പോളിംഗ്. എന്തായാലും മലപ്പുറം ജില്ലയിൽ 50% എത്തിയിട്ടില്ല. UDFിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ 48% പോളിംഗ് ആണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ഈ അരുവിക്കര, ഈ 4 മണ്ഡലങ്ങളിലും 50% മുകളിൽ പോളിംഗ് ആയിട്ടുണ്ട്. കനത്ത പോളിംഗ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ സാധാരണ കുറവ് പോളിംഗ് ആണ് ജില്ലയിൽ വരാറുള്ളത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലും ഇത്തവണ ശക്തമായ പോളിംഗ് ആണ്. എടുത്തു പറയേണ്ട കാര്യം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടർമാരുടെ എണ്ണം കുറവാണ്. SIR വന്നതിന് ശേഷം വോട്ടർമാരുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവുണ്ടായ മണ്ഡലങ്ങളാണ് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഈ 3 മണ്ഡലങ്ങളിലും സ്വാഭാവികമായിട്ടും അവിടെ പോളിംഗ് ശതമാനം കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ 50% മുകളിലേക്ക് ആയിക്കഴിഞ്ഞു. പാലക്കാട്ടെ ചിറ്റൂരിലെ ആ രസകരമായ സംഭവത്തിലേക്കാണ് വീണ്ടും വരുന്നത്. ചിറ്റൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയായിരുന്നു NDA സ്ഥാനാർത്ഥി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇങ്ങനെ വോട്ട് ചോദിച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് കാണുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടുകൂടി പിൻവലിക്കുകയും ചെയ്തു. NDA സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പേര് പ്രണേഷ് രാജേന്ദ്രൻ എന്നാണ്. പ്രണേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത്. നാടിന്റെ നന്മയും വികസന തുടർച്ചയും ആഗ്രഹിക്കുന്ന ചിറ്റൂരിലെ പ്രബുദ്ധരായ ജനത ഈ കുത്സിത നീക്കങ്ങളെ തള്ളിക്കളയുകയും വോട്ട് വികസനത്തിന് അഡ്വക്കേറ്റ് വി മുരുകദാസ് അവിടുത്തെ LDF സ്ഥാനാർത്ഥിയാണ്, മുരുകദാസിന് നൽകണം എന്നുള്ള അഭ്യർത്ഥനയായിരുന്നു.
അതിൽ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ പരിഹാസം ഉന്നയിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളും ഒന്നാണെന്നും രണ്ടു പേർക്കുമുള്ള അജണ്ട ഒന്നാണെന്നുമാണ് സുമേഷ് അച്യുതന്റെ പരിഹാസവും വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് പിൻവലിക്കുകയായിരുന്നു പ്രണേഷ് രാജേന്ദ്രൻ. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്? അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സംഭവിച്ചിരുന്നോ? രസകരമായ സംഭവം എന്താണെന്ന് അറിയാലോ മഞ്ജുഷ്. ഈ LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് V മുരുകദാസും അതുപോലെ തന്നെ മുരുകദാസിനെ സമര സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് P മുരുകദാസും. ഇവർ രണ്ടുപേരുടെ ചിഹ്നവും സമാനമാണ്. മുരുകദാസിന്റെ മോതിരമാണെങ്കിൽ ഈ അപരനായി നിർത്തിയ വ്യക്തി P മുരുകദാസിന്റെ ചിഹ്നം മാലയാണ്. രണ്ടും സമാന ചിഹ്നമാണ്. അത് മാത്രവുമല്ല, ഈ ചിഹ്നം പരിചയപ്പെടുത്താനും വോട്ടർമാരുടെ ഇടയിലേക്ക് പോകുന്നതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അത് സുമേഷ് അച്യുതൻ അയച്ചതാണ്. അതിന്റെ പേരിൽ ഒരു കേസും നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നലെ രാത്രി ഇവരുടെ ചിഹ്നം പരിചയപ്പെടുത്താൻ പോകുന്നതിനിടെ ഈ LDF പ്രവർത്തകർ ഇവരെ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിൽ ഹാക്ക് ചെയ്തു എന്നാണ് ഇപ്പൊ NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രൻ പറയുന്നത്. ഹാക്ക് ചെയ്ത് അതിൽ വികസന തുടർച്ചയ്ക്ക് LDFന് വോട്ട് ചെയ്യണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ചിറ്റൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രൻ ഇതേ നിയോജക മണ്ഡലത്തിൽ തന്നെയായുള്ള സ്ഥാനാർത്ഥിക്ക് മുരുകദാസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ BJPയും LDFും ഒരേ രണ്ട് സ്ഥാനാർത്ഥികളല്ല, ഒരേ സ്ഥാനാർത്ഥികളാണ് എന്ന പരിഹാസമാണ് ഇപ്പോൾ സുമേഷ് അച്യുതൻ പറയുന്നത്. പിന്നീട് ഈ പോസ്റ്റ് വന്ന ശേഷം ഈ പ്രണേഷ് രാജേന്ദ്രൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, പ്രജിത് കോങ്ങാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രസകരമായ സംഭവമാണ്. പക്ഷേ ഇത് ഹാക്ക് ചെയ്തു എന്നൊക്കെയാണ് പ്രണേഷ് രാജേന്ദ്രൻ പറയുന്നത്. വിവാദമായതോടുകൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തെ രസകരമായ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് ശതമാനം 48.32% എന്നുള്ളതാണ്. ഇവിടെ 4 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും നേമത്തും അരുവിക്കരയിലും കാട്ടാക്കടയിലും 50% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. നടൻ ദിലീപ് ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട്. കുടുംബവുമായി എത്തിയാണ് നടൻ ദിലീപ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട അംഗൻവാടി ജീവനക്കാരെ പോലീസ് തടഞ്ഞതായി ഒരു പരാതി വന്നിട്ടുണ്ട്. വെട്ടുകാട് സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്തിലേക്ക് നിയോഗിച്ച അംഗൻവാടി ജീവനക്കാരെയാണ് പോലീസ് ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത് എന്നുള്ള പരാതി വന്നിട്ടുള്ളത്. ബൂത്തിലേക്ക് എത്തുന്ന ഭിന്നശേഷിക്കാരെ സഹായിക്കാനായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അംഗനവാടി ജീവനക്കാരെ നിയോഗിച്ചിരുന്നത്. ഇവരെ പക്ഷേ പോലീസ് തടഞ്ഞു. ഈ ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പരാതികൾ, ഈ രീതിയിൽ പോലീസുമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ, ഇതൊക്കെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. തിരുവനന്തപുരത്തെ ഈ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലുള്ള ബൂത്തുകളിൽ അംഗനവാടി ജീവനക്കാരെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് കളക്ടർ പ്രത്യേക ഉത്തരവടക്കം ഇറക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർ അകത്തേക്ക് വരുമ്പോൾ അവർക്ക് സഹായമൊരുക്കുക എന്നായിരുന്നു അവരുടെ ജോലി. പക്ഷേ പോലീസ് അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് തന്നെ ചോദിച്ചറിയാം, എന്താണ് ഉണ്ടായത്? ഞങ്ങൾ രാവിലെ 6:30 ബൂത്തിലെത്തി. 7 മണിക്ക് എത്താനാണ് പറഞ്ഞത്. 6:30 എത്തിയപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു. BLMമാരെ കൂടെ പോയി ഞങ്ങൾ ഇരുന്ന് വരുന്നവരെ കയറ്റി വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നീട് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, ക്യാമറയും കൊണ്ടുവന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കണം, ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കും, നിങ്ങൾ ഇറങ്ങും, ആരും ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് തന്ന ഓർഡർ കാണിച്ച് ആ സാധനമൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഗേറ്റിന്റെ വെളിയിൽ നിന്നോണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വെളിയിൽ ഇറക്കി. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് സാറിനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, നമുക്ക് തന്ന ഡ്യൂട്ടി കളക്ടറിന്റെ ഓർഡറാണ്, നിങ്ങൾ 6 മണി വരെ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ തിരിച്ച് വീണ്ടും വന്നപ്പോൾ വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഗേറ്റിന്റെ അടുത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.